കഴിഞ്ഞ ദിവസം ചൈനയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ഷവോമി തങ്ങളുടെ 2 പ്രോഡക്റ്റുകൾ പ്രധാനമായിട്ടും പുറത്തിറക്കിയിരിക്കുന്നു. അതായത് 108 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ഉൾപ്പെടെ 5 ക്യാമറകൾ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന Mi CC9 Pro എന്ന പുതിയ സ്മാർട്ട് ഫോണും, അതുപോലെ ഷവോമി സ്വന്തം പേരിൽ പുറത്തിറക്കുന്ന ആദ്യ സ്മാർട്ട് വാച്ചായ Mi സ്മാർട്ട് വാച്ചും ചൈനയിൽ പുറത്തിറക്കിയിരിക്കുന്നു. ഈ 2 പ്രോഡക്റ്റുകളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് CC9 Pro എന്ന ഷവോമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളൊന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. ഈ 108 മെഗാ പിക്സൽ സെൻസർ ഉൾപ്പെടെ ഈ ഫോണിൽ മൊത്തത്തിൽ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 5 ക്യാമറകളാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. 108 മെഗാ പിക്സൽ കൂടാതെ 5 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് 10x ഹൈബ്രിഡ് സൂം ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. അതായത് 10 ഇരട്ടി വരെ നമുക്ക് ഹൈബ്രിഡ് സൂം ചെയ്തുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഒരു 12 മെഗാ പിക്സലിൻ്റെ മൂന്നാമത്തെ ലെൻസ് ഈ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇത് പോർട്രേറ്റ് മോഡിൽ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 12 മെഗാ പിക്സലിൻ്റെ ലെൻസ് നൽകിയിരിക്കുന്നത്. മികച്ച ബോക്കെ എഫക്റ്റ് നൽകിക്കൊണ്ട്, അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൃത്യമായി ബ്ലെയർ ചെയ്തുകൊണ്ട് മികച്ച പോർട്രേറ്റ് ചിത്രങ്ങൾ എടുക്കാൻ ഈ 12 മെഗാ പിക്സലിൻ്റെ ലെൻസ് സഹായിക്കും. ഇതുകൂടാതെ 4ാമത്തെ ക്യാമറയായിട്ട് 20 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. 5ാമത്തെ ക്യാമറയായിട്ട് ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോണിൻ്റെ ലെൻസിൽ നിന്ന് വെറും 1.5 സെൻറ്റിമീറ്റർ മാത്രം അകലത്തിലുള്ള ഒബ്ജക്റ്റുകളുടെ വരെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഉറുമ്പിൻ്റെയൊക്കെ ചിത്രങ്ങൾ വളരെ അടുത്ത് വെച്ചെടുത്താൽ പോലും വലിയ ഒരു ചിത്രമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. വലിയൊരു മാക്രോ രീതിയിൽ നമുക്ക് ആ ഒരു ചിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഫോട്ടോകൾ എടുക്കാൻ ഈ ഫോണിൻ്റെ 5ാമത്തെ ക്യാമറയായ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് സഹായിക്കും. ഇത് കൂടാതെ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ സെൽഫി എടുക്കുന്നതിനായിട്ട് 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഫോണിൽ ഡിസ്പ്ലേ ആയിട്ട് 6.47 ഇഞ്ചിൻ്റെ അമോ LED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഒരു കർവ്ഡ് ഗ്ലാസ് ആണ്. സൈഡൊക്കെ ഒരു അല്പം കർവ് ചെയ്ത രീതിയിൽ, വളഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ കണ്ടപ്പോൾ സത്യത്തിൽ ഹുവാവെ പുറത്തിറക്കിയിരിക്കുന്ന P30 Proയുടെ സെയിം ഡിസ്പ്ലേ പോലെ നമുക്ക് തോന്നുന്നു. ഈ 2 ഫോണുകളും ഫ്രണ്ട് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുകയാണ്. കാരണം ഈ 2 ഫോണുകളുടെയും സ്ക്രീൻ സൈസൊക്കെ 6.47 ഇഞ്ച് തന്നെയാണ്. അതിൻ്റെയും ഹുവാവെ P30 പ്രോയുടെയും ഗ്ലാസ് ഇത്തരത്തിൽ കർവ്ഡ് ഗ്ലാസ് ആണ്. ഏകദേശം 2 ഒരുപോലെ തന്നെ തോന്നുകയാണ്. അതുപോലെ ഈ CC9ൽ ഫ്രണ്ട് ക്യാമറ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ് ഈ ഫോണിനകത്തും ഫിംഗർ പ്രിൻ്റ് സംവിധാനവും നൽകിയിരിക്കുന്നത്. ഷവോമിയുടെ CC9 Pro എന്ന ഈ ഒരു ഫോണിൽ 5260 mAh ബാറ്ററിയാണ് ഫോണിന് പവർ നൽകുന്നത്. അതുപോലെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടുമുണ്ട്. അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് നൽകാനും ഷവോമി മറന്നിട്ടില്ല. സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ അതിൽ ആ G എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് ഇത് ഗെയിമിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സർ എന്നാണ്. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന ഏറ്റവും വേഗമേറിയ പ്രോസസ്സറുകളായ സ്നാപ്ഡ്രാഗൺ 855, അതുപോലെ 855+ തുടങ്ങിയ പ്രോസസ്സറുകളോട് എത്രത്തോളം സ്നാപ്ഡ്രാഗൺ 730G കിടപിടിക്കുമെന്ന് ഫോൺ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുപോലെ OnePlusൻ്റെ ഫോണുകളിലൊക്കെ കണ്ട UFS 3 എന്ന സ്റ്റോറേജ് ഫീച്ചറും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതായത് ഇൻറ്റേർണൽ മെമ്മറിയിലേക്ക് ഫയൽ സേവിങ്ങും ഫയൽ റിട്രീവിങ്ങും വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു UFS 3 ഫീച്ചർ നൽകിയിട്ടുള്ളത് കൊണ്ട് സാധ്യമാകും. എന്നാൽ ഷവോമി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന Note 8 Proയിൽ പോലും UFS 2.1 എന്ന ഫീച്ചർ മാത്രമേ നൽകിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഷവോമി ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ UFS 3 എന്ന ഫീച്ചർ ഒരു ഫോണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഷവോമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ Mi UI 11 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ആദ്യ ഫോണാവുകയാണ് ഇത്തരത്തിൽ ഷവോമിയുടെ Mi CC9 Pro എന്ന ഈ ഒരു ഫോൺ. ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും 3 വേരിയൻറ്റുകളാണ് ലഭ്യമാവുക. 6GB RAM 128GB ഇൻറ്റേർണൽ മെമ്മറി വേരിയൻറ്റ്, ഇതാണ് അതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ്. ഇത് ചൈനയിലെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2799 യുവാനാണ് ചൈനയിലെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 28,000 രൂപയാണ് വിലയാകുന്നത്.
അതുപോലെ മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 8GB റാം 128GB ഇൻ്റർണൽ മെമ്മറി വേരിയൻറ്റിൻ്റെ ചൈനയിലെ വില 3099 യുവാനാണ്. ഇത് ഇന്ത്യൻ വിലയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 31,000 രൂപയായി മാറും. അതുപോലെ 8GB റാം 256GB ഇൻ്റർണൽ മെമ്മറി വേരിയൻ്റാണ് ഫോണിൻ്റെ ഹയർ വേരിയൻറ്റ്. ഇത് 3499 ചൈനീസ് യുവാനാണ്. ഇന്ത്യൻ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 35,000 രൂപയാണ് വിലയാകുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ചൈനയിലാണ് Mi CC9 Pro എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു ഗ്ലോബൽ ലോഞ്ച് സ്പെയിനിൽ വെച്ച് നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോൺ ചൈനയ്ക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ CC9 എന്ന പേരിലായിരിക്കില്ല അറിയപ്പെടുന്നത്. നേരെ മറിച്ച് Xiaomi Mi Note 10 എന്ന പേരിലായിരിക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ ഈ ഒരു ഫോൺ അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ കൂടാതെ ഷവോമി സ്വന്തം ബ്രാൻഡിൽ ഒരു സ്മാർട്ട് വാച്ച് കൂടി കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കി. അതിൻ്റെ പേരാണ് Mi സ്മാർട്ട് വാച്ച്. ഷവോമി തങ്ങളുടെ സബ് ബ്രാൻഡുകളായിട്ടുള്ള അമേസ്ഫിറ്റ്, ഹുവാമി തുടങ്ങിയ സബ് ബ്രാൻഡുകളിൽ നിരവധി സ്മാർട്ട് വാച്ചുകൾ നേരത്തെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു അമേസ്ഫിറ്റിൻ്റെ സ്മാർട്ട് വാച്ചൊക്കെ ഷവോമിയുടെ സബ് ബ്രാൻഡിൽ പെടുന്നതാണ്. എന്നാൽ സ്വന്തം ബ്രാൻഡായ മിയിൽ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് വാച്ച് ഷവോമി പുറത്തിറക്കുന്നത് എന്നതാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രത്യേകത. 1.79 ഇഞ്ചിൻ്റെ അമോ LED സ്ക്രീനാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് നൽകിയിരിക്കുന്നത്. അതുപോലെ സഫയർ ഗ്ലാസ് ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും പെട്ടെന്നൊരു വാച്ചിൻ്റെ ഗ്ലാസ്സിൽ ഏൽക്കില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ഒരു വാച്ച് കണ്ടാൽ ആപ്പിൾ വാച്ച് ആണെന്നും തന്നെ നമുക്ക് തോന്നിപ്പോകും. കാരണം അതിൻ്റെ ഒരു ഡിറ്റോ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വാച്ച് കണ്ടാൽ തോന്നുന്നത്. ആപ്പിൾ വാച്ചിൻ്റെ അതേ ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഒരു വാച്ചിനും നൽകിയിരിക്കുന്നത്. അതുപോലെ സ്മാർട്ട് വാച്ചുകളിൽ ഏറ്റവും മികച്ച പ്രോസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 3100 എന്ന പ്രോസസ്സറാണ് ഈ ഒരു വാച്ചിന് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വാച്ചിൽ eSIM എന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഫിസിക്കൽ സിം ഈ ഒരു വാച്ചിൽ ഇടാതെ തന്നെ eSIM സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വാച്ചിൽ നിന്നും നമുക്ക് ഫോൺ കോളുകൾ ചെയ്യാനും സ്വീകരിക്കാനും സാധിക്കും. കാരണം ഈ ഒരു വാച്ചിൽ സ്പീക്കറും മൈക്കും എല്ലാം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ സിം കാർഡ് ഈ ഒരു വാച്ചിലേക്ക് ഇടേണ്ട, നേരെ മറിച്ച് eSIM എന്ന ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡർ eSIM ഫെസിലിറ്റി നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ വാച്ചിലൂടെ ഫോൺ കോളുകൾ സ്വീകരിക്കാനും ഫോൺ കോളുകൾ വിളിക്കാനും സാധിക്കും. അതുപോലെ ഈ ഒരു വാച്ചിൽ NFC സപ്പോർട്ടുണ്ട്, വൈഫൈ സപ്പോർട്ടുണ്ട്, GPS എന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. 570 mAh ബാറ്ററിയാണ് ഈ ഒരു വാച്ചിൽ ഷവോമി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വാച്ചിന് 36 മണിക്കൂറുകൾ മാത്രമാണ് ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പ്. 36 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1.5 ദിവസം മാത്രം. അപ്പോൾ ഇന്നിറങ്ങുന്ന ഒരു സ്മാർട്ട് വാച്ചുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു 36 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം 14 ദിവസം വരെയൊക്കെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്ന, അല്ലെങ്കിൽ 1 മാസം വരെയൊക്കെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്ന സ്മാർട്ട് വാച്ചുകൾ തന്നെ ഷവോമി തങ്ങളുടെ മറ്റ് സബ് ബ്രാൻഡിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് എന്നുള്ളതാണ് ഈ സ്മാർട്ട് വാച്ചിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ആദ്യം കേട്ടപ്പോൾ തോന്നിയത്. ഈ ഒരു സ്മാർട്ട് വാച്ച് പ്രധാനമായിട്ടും 2 വേരിയൻറ്റുകളാണ് ഷവോമി പുറത്തിറക്കുന്നത്. അതിൽ ലോ വേരിയൻറ്റിൽ ഇന്ത്യയിലെ പ്രൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 13,000 രൂപയാണ് വില വരുന്നത്. ഹയർ വേരിയൻറ്റിന് ഇന്ത്യയിലെ പ്രൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 20,000 രൂപയുമാണ് വില വരുന്നത്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റുകളും, അതായത് ഷവോമിയുടെ CC9 Pro അല്ലെങ്കിൽ Note 10 എന്നറിയപ്പെടുന്ന ഈ ഒരു സ്മാർട്ട് ഫോണും അതുപോലെ Mi സ്മാർട്ട് വാച്ചും ഇന്ത്യയിലേക്ക് എന്ന് എത്തുമെന്നായിരിക്കും നമ്മൾ ഇന്ത്യക്കാർ പ്രധാനമായിട്ടും ഇനി കാത്തിരിക്കാൻ പോകുന്നത്. സാധാരണ ഒരു പ്രോഡക്റ്റ് ചൈനയിലാകും എപ്പോഴും ഷവോമി ആദ്യം പുറത്തിറക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 1-2 മാസത്തിനുള്ളിൽ, കൂടിപ്പോയാൽ ഒരു 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് സാധാരണഗതിയിൽ ലോഞ്ച് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഷവോമിയുടെ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ലോഞ്ചായിരുന്നു Mi Note 8, Note 8 Pro തുടങ്ങിയ ഫോണുകൾ. അത് ലോഞ്ച് ചെയ്തിട്ട് വളരെ കുറച്ച് ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയും എനിക്ക് തോന്നുന്നു ഈ ഒരു Mi Note 10, Note 9 ഒരു പക്ഷേ അവർ സ്കിപ്പ് ചെയ്തുകൊണ്ട് Note 10 എന്ന പേരിൽ ഈ ഫോൺ പുറത്തിറക്കും. അപ്പോൾ ഈ ഒരു Mi Note 10 ഇന്ത്യയിലേക്ക് വരാൻ കൂടിപ്പോയാൽ ഒരു 6 മാസ സമയം കൂടി എടുക്കും. 6 മാസത്തിനുള്ളിൽ ഈ 2 പ്രോഡക്റ്റുകളും ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് എൻ്റെ ഒരു ഏകദേശ ധാരണ. അപ്പോൾ ഈ 2 പ്രോഡക്റ്റുകളും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യാം. ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലെ ടെക് രംഗത്തെ ഏറ്റവും പുതിയ ഓരോ ചലനങ്ങളും നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്നതിന് വേണ്ടി യൂട്യൂബിൽ ജയരാജ് ജി നാഥ് എന്ന ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഫേസ്ബുക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന പേജ് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലുമുണ്ട് ജയരാജ് ജി നാഥ്, ടിക്ടോക്കിൽ ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ signing off, Jayaraj.